കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു സ്ത്രീമുഖമായി മാതൃകാപരമായ പെരുമാറ്റവും സംഘടനാപരമായ ശേഷിയും കഴിവും എല്ലാ തലങ്ങളിലും സൂക്ഷ്മമായി രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ ഇടപെടുകയും ചെയ്തിട്ടുള്ള നമുക്കെല്ലാം പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ജില്ലയിലെയും സ്റ്റേറ്റിലെയും ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി നേതാവുമായ കാനത്തിൽ ജമീലയുടെ അകാലത്തിലുള്ള നിര്യാണം വലിയ രീതിയിലുള്ള വിടവാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മഹിളാ പ്രസ്ഥാനത്തിലൂടെയും അതുപോലെ തന്നെ നിരവധി മേഖലയിലുള്ള ജനപ്രതിനിധി എന്ന നിലയിലും ഏറ്റവും അവസാനമായി MLA എന്ന നിലയിൽ തൊഴിലാളിയെ പ്രതിനിധീകരിക്കുന്ന MLA എന്ന നിലയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം വളരെ സജീവമായിട്ടായിരുന്നു അവർ പ്രവർത്തിച്ചത്. അവിടെയുള്ള എല്ലാ വികസന പ്രവർത്തനത്തിലും സജീവമായ താല്പര്യത്തോടുകൂടി ഇടപെടാനും ജനങ്ങളുടെ പ്രശ്നങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞ CPM-ന്റെ ഏറ്റവും പ്രമുഖയായ നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത്. പഞ്ചായത്ത് അംഗമായി തുടങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ടേമിൽ കാനത്തിൽ ജമീല കൊയിലാണ്ടിയിൽ മത്സരിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും കൊയിലാണ്ടി മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 4.5 വർഷക്കാലം സജീവമായ പ്രവർത്തനത്തിലൂടെ മുമ്പോട്ടേക്ക് പോവുകയും ചെയ്യുന്നതിനിടയിലാണ് രോഗം ബാധിച്ച് ആശുപത്രിയും ചികിത്സയുമായിട്ട് മാറേണ്ടി വന്നത്. നിയമസഭക്കകത്ത് CPIM-ന്റെ നിലപാടുകളും ആശയങ്ങളും വ്യക്തമാക്കി വളരെ ഫലപ്രദമായിട്ട് എതിരാളികളെ ആശയപരമായിട്ട് എതിർക്കുന്നതിൽ, രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കാണ് അവർ നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായും പാർട്ടിക്ക് വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ജമീലയുടെ കുടുംബം പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. അവർക്കുണ്ടായ വേദന, പ്രയാസം വളരെ വലുതാണ്. അതുപോലെ കേരളത്തിനകത്തും പുറത്തുമെല്ലാമുള്ള കാനത്തിൽ ജമീലയെ സ്നേഹിക്കുകയും അവരുടെ നിര്യാണത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്ന എല്ലാവരുടെയും ദുഃഖത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പങ്കുചേരുന്നു. സഖാവിന്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ MV ഗോവിന്ദൻ. ഈ അവസരത്തിൽ പ്രതികരിച്ചത്. കൊയിലാണ്ടി MLA കാനത്തിൽ ജമീല അന്തരിച്ചിരിക്കുകയാണ്. അർബുദം ബാധിച്ച് ചികിത്സയിലായിരുന്നു. 2021 മുതൽ കൊയിലാണ്ടി MLA ആയിരുന്നു.